എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. 2025 മെയ് മാസത്തെ മകരം രാശിക്കാരുടെ ഫലങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. മകരം രാശിയിൽ വരുന്നത് ഉത്രാടം നക്ഷത്രത്തിൻ്റെ അവസാന 3 പാദം, തിരുവോണം, അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യ 2 പാദം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏഴരാണ്ട് ശനിയെല്ലാം മാറി ശനി 3-ൽ വളരെ അനുകൂലമായിട്ട് സഞ്ചരിക്കുന്ന സമയമാണ്. മെയ് 14 വരെ വ്യാഴം 5-ലും തുടർന്ന് 6-ലും സഞ്ചരിക്കുന്നു. രാഹു മെയ് 18 മുതൽ 2-ലും കേതു 8-ലും സഞ്ചരിക്കുന്ന കാലയളവാണ്. പൊതുവിൽ ഗുണദോഷ സമ്മിശ്രം എന്ന് പറയാമെന്നുണ്ടെങ്കിലും ഗുണഫലങ്ങൾ ഏറിയിരിക്കുന്ന ഒരു മാസമായിരിക്കും. കാരണം ശനിയുടെ സ്ഥിതി വളരെ അനുകൂലമാണ് എന്ന് മാത്രമല്ല, മാസത്തിൻ്റെ ആദ്യ പകുതി വരെ വ്യാഴം 5-ലും സഞ്ചരിക്കുന്നത് കൊണ്ട് സാമ്പത്തിക നേട്ടങ്ങളും തൊഴിൽപരമായിട്ടുള്ള ഉയർച്ചയും ബിസിനസ് സംബന്ധമായിട്ടുള്ള നേട്ടങ്ങളും ഒക്കെ ഉണ്ടാകും. വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്നതാണ്. കൂടാതെ കലാകാരന്മാർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കുമെല്ലാം വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള ചില സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളൊക്കെ ഈ രാശിക്കാരെ തേടി വരാനുള്ളൊരു സാധ്യതയുണ്ട്. എങ്കിലും രണ്ടാം പകുതിയിൽ കുറച്ചും കൂടിയൊക്കെ ശ്രദ്ധയോടെ മുന്നോട്ട് പോകണം. ചെറിയ തരത്തിലുള്ള കാര്യതടസ്സങ്ങളും മനക്ലേശങ്ങളും ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ വരാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴാഴ്ചകൾ അവരവരുടെ മതാചാര പ്രകാരം പ്രത്യേക പ്രാർത്ഥന നടത്തുന്നത് ദോഷഫലങ്ങൾ ലഘൂകരിക്കുന്നതിന് സഹായകമായി വർദ്ധിക്കുന്നതായിരിക്കും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ ഹരിവാണി ജ്യോതിഷം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ബട്ടണും ബെല്ലൈക്കണും ഒക്കെ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമെല്ലാം ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.